ഫ്രണ്ട്സ്, ഓപ്പോയുടെ റെനോ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും നല്ല ക്വാളിറ്റി കൂടിയ, നല്ല ക്യാമറ ക്വാളിറ്റി ഉള്ള, നല്ല പെർഫോമൻസ് ഉള്ള നല്ല ഫോണുകളാണ്, നല്ല ബിൽറ്റ് ക്വാളിറ്റി ഉള്ള ഫോണുകളാണ് ഓപ്പോയുടെ റെനോ സീരീസ് എന്ന് പറയുന്നത്. ഈ റെനോ സീരീസിൻ്റെ തന്നെ ഏറ്റവും അവസാനമായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ളതാണ് ഓപ്പോ റെനോ 7ഉം റെനോ 7 പ്രോയും. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിംഗ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് ഓപ്പോയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള റെനോ 7 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണാണ്. ഇതൊരു 8GB റാം 256GB വേരിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ അൺബോക്സ് ചെയ്ത് ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ കൂടെ എന്തൊക്കെ കിട്ടുന്നുണ്ട്, ഈ ഫോണിൻ്റെ ക്യാമറ എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു ഫോൺ 2 കളറിലാണ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. നമ്മളിപ്പോൾ എടുത്തുള്ളത് ഈ ഒരു ഫോണിൻ്റെ ബ്ലൂ കളറാണ്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോണുകൾ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളോ ഡൗട്ടുകളോ കൺഫ്യൂഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടെക്നീഷ്യൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് നല്ല നല്ല ഫോണുകൾ ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസൊക്കെ നമ്മൾ എല്ലാ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി പറഞ്ഞു നീട്ടുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അയച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിലേക്ക് കിടക്കാം. ഇതാണ് ഓപ്പോ റെനോ 7 എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. മുകളിൽ റെനോ 7ൻ്റെ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. താഴെ ഓപ്പോ റെനോ 7 5G എന്ന് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഇത്തരത്തിൽ മോഡൽ നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ അവൈഡ് ബൈ ആൻഡ്രോയിഡ്, പിന്നെ അതുപോലെ ഈ ഫോണിൻ്റെ CPH നമ്പർ, പിന്നെ ഈ ഒരു ഫോണിൻ്റെ റാം വേരിയൻ്റ് എന്ന് പറയുന്നത് 8GB റാമിൽ 256GB ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഇതിൻ്റെ സാർ വാല്യൂ, അതുപോലെ IM നമ്പർ ഡീറ്റെയിൽസ്, പിന്നെ ഈ ഫോണിൻ്റെ ബോക്സിനോട് എന്തൊക്കെ കിട്ടുന്നു, MRP ഡീറ്റെയിൽസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഈ ഒരു ബോക്സും കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ പൊട്ടിച്ച് നോക്കാം. ഞാൻ സാധാരണ അൺബോക്സിംഗ് ചെയ്യുമ്പോൾ ഓൾറെഡി ഫോൺ പൊട്ടിച്ച് ഓപ്പൺ ആക്കി നോക്കി കുറച്ച് നേരം ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാൻ സാധാരണ അൺബോക്സ് ചെയ്യാറ്. ഈ ഒരു ഫോൺ നമുക്കിപ്പോൾ ഫ്രഷ് അപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ അത് പൊട്ടിക്കുന്നത് മാത്രം. അപ്പോൾ ഇതാണ് ഈ ഒരു ഫോൺ ഓപ്പോ റെനോ 7 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. അതിൻ്റെ മെയിൻ ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ഇത്തരത്തിൽ ചെറിയൊരു ബോക്സിനകത്ത് കിട്ടും. ഇവിടെയും ഓപ്പോ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ഈ ഒരു ചെറിയ ബോക്സിനകത്തായിരിക്കും ഇത്തരത്തിലൊരു ബാക്ക് പോച്ച് നമുക്ക് കിട്ടുക. ഇതൊരു മാറ്റ് ഫിനിഷ്ഡ് ബാക്ക് പോച്ച് ആണ്. അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട് കുറച്ച് മാറ്റ് ഫിനിഷ്ഡ് ആണ് വരുന്നത്. ബാക്ക് സൈഡ് ഫുള്ള് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഭംഗിയുണ്ട്. സൈഡ് ഭാഗത്ത് ഒരു മാറ്റ് ഫിനിഷൊക്കെ ആയിട്ട് വരുന്ന ഒരു പുതിയ തരം ഒരു ബാക്ക് പോച്ച് വരുന്നുണ്ട്. ട്രാൻസ്പെറൻ്റ് തന്നെയാണ് വരുന്നത്. ആ ക്യാമറയുടെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ലൊരു ഇതൊക്കെയുള്ള ഒരു മോഡലാണ്. നല്ലൊരു ക്വാളിറ്റിയുള്ള ബാക്ക് പോച്ച് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ സിം എജക്റ്റിംഗ് ടൂൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതാണ് ഓപ്പോ റെനോ 7 എന്ന് പറയുന്ന ഫോൺ. നമ്മളിപ്പോൾ എടുത്തുള്ളത് ഇതിൻ്റെ ബ്ലൂ കളറാണ്. അപ്പോൾ നമുക്ക് ഫോണിലേക്ക് വരാം. ഫോണിൻ്റെ ഡിസൈൻ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ലുക്കാണ്. നമുക്കതിലേക്ക് വരാം. ഇതാണ് ഈ ഒരു ഫോണിൻ്റെ മെയിൻ ബോക്സ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇത്തരത്തിലൊരു ചാർജിങ് അഡാപ്റ്ററും അതുപോലെ ടൈപ്പ് സി ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ ഇയർഫോൺ കിട്ടുന്നില്ല. സാധാരണ റെനോ സീരീസിലല്ല, അല്ലെങ്കിൽ തന്നെ ഓപ്പോയുടെ സീരീസിൽ തന്നെ എല്ലാ ഫോണിൻ്റെ കൂടെയും ഇയർഫോൺ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിനകത്ത് ഹെഡ്സെറ്റ് അവർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രതീക്ഷിച്ചു, ഒരു ഇയർഫോൺ പ്രതീക്ഷിച്ചു. നമുക്ക് ഇതിനകത്ത് 65 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ടൈപ്പ് സി ചാർജിങ് കേബിളാണ് വരുന്നത്. നല്ലൊരു ഫാസ്റ്റ് ചാർജർ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല വെയിറ്റുള്ള ഒരു അഡാപ്റ്ററാണ് വരുന്നത്. പക്ഷേ ഇയർഫോൺ കൊടുക്കാമായിരുന്നു, കാരണം ഇത്ര റേഞ്ചിനകത്തൊക്കെ മറ്റ് ബ്രാൻഡുകൾ കൊടുക്കുന്നില്ല. എന്നിരുന്നാലും ഓപ്പോ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹെഡ്സെറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഒന്നുകൂടി നല്ലതായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്, പ്രത്യേകിച്ച് F സീരീസിനകത്തൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാണ് ഓപ്പോ റെനോ 7 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. കാണുമ്പോൾ അതിൻ്റെ മെയിൻ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഡിസൈനാണ്, ഗംഭീര ലുക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫോണിനകത്ത് എത്ര ക്ലാരിറ്റിയിൽ ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അത്രയും ലുക്കാണ്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ ആ ക്യാമറ മൊഡ്യൂളൊക്കെ വലിയ 2 ക്യാമറകളാണ്. അതിൻ്റെ ഭാഗമൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു കുറച്ച് സ്റ്റെപ്പ് പൊന്തിട്ടാണ് ഈ ഒരു ക്യാമറയൊക്കെ വന്നിട്ടുള്ളത്. അത് നല്ല ഭംഗിയിൽ ആ 3 ക്യാമറകളൊക്കെ ഒരു റെക്ടാങ്കുലർ ഷേപ്പിനകത്തും ഫ്ലാഷ് ലൈറ്റൊക്കെ നല്ല ഭംഗി തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഗ്ലാസ് ബോഡിയാണ് വരുന്നത്. പെട്ടെന്ന് ഒരു മാറ്റ് ഗ്ലാസ് ആണ് വരുന്നത്. അതായത് നമ്മുടെ കയ്യിനകത്തുള്ള അഴുക്കുകളോ മറ്റു സാധനങ്ങളോ ഒന്നും അത് പറ്റിപ്പിടിച്ചിരിക്കാത്ത രീതിയിലുള്ള ഒരു ബാക്ക് പാനൽ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. കയ്യിനകത്ത് പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു പ്രീമിയം ഫോൺ നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ആ ഒരു ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, കയ്യിനകത്ത് പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ലുക്കുണ്ട്. നമുക്ക് ഒരു പ്രീമിയം ഫോൺ കൈ പിടിക്കുന്ന ഒരു ഫിനിഷിങ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫിനിഷിങ്ങുള്ള മോഡലാണ്. താഴെ ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ വരുന്നുണ്ട്, മൈക്രോഫോണിൻ്റെ ഹോൾ വരുന്നുണ്ട്, 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട് കേട്ടോ. അതും നല്ലൊരു കാര്യമുണ്ട്, കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്തൊക്കെ ഓഡിയോ ജാക്ക് വരുന്നത് നല്ല കാര്യമാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ വരുന്നുണ്ട്. മുകളിലായിട്ട് ഒരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കറൊന്നും വരുന്നില്ല. അപ്പോൾ ഡിസൈൻ വൈസ് ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ഡിസൈൻ തന്നെയാണ്, നല്ല ലുക്ക് തന്നെയാണ്, ഗംഭീരം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫോൺ ഓൺ ആവുന്നവർ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മെയിൻ പവർ ബട്ടൺ ഓൺ ആക്കുമ്പോൾ ഇത്തരത്തിൽ ഓപ്പോ, താഴെ പവേഡ് ബൈ ആൻഡ്രോയിഡ് ഇത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയ കാരണം ഇവിടെ നമുക്ക് ഇനീഷ്യൽ സെറ്റപ്പ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇവിടെ കളർ വോയിസ് എന്ന് ഇത് കാണിക്കുന്നുണ്ട്. യെസ്, നമുക്ക് ഇനി സെറ്റപ്പ് ചെയ്യാനുണ്ട്. എന്തായാലും ഈ ഒരു ഫോൺ ഞാൻ സെറ്റപ്പ് ചെയ്യുന്ന നേരം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക.
നമ്മൾ ഒരുപാട് ഫോണുകളുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന ഒരുവിധം എല്ലാ ഫോണുകളുടെയും അൺബോക്സിങ് റിവ്യൂ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ട മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടോ. ഉപകാരപ്പെട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ ഒരുപാട് മണിക്കൂറുകളൊക്കെ എഫോർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോകളും ചെയ്യുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സപ്പോർട്ട് എന്ന നിലയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ Reno 7 സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഒരുവിധം ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് Oppo Reno 7 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഓൺ ആക്കുമ്പോൾ കാണുന്ന അതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ഡിസ്പ്ലേ വൈസ് ഒന്നും പറയാനില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതൊരു 6.43 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൻ്റെതായ ബ്രൈറ്റ്നസ് ഉണ്ട്. ഞാൻ ബ്രൈറ്റ്നസ് ഒക്കെ കുറച്ച് പകുതിക്കും താഴെ ഇട്ട് വയ്ക്കാം. കാരണം എന്താ പറയുക, നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മൊബൈലാണ്. അപ്പോൾ അതിനകത്തുള്ള ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ബ്രൈറ്റ്നസ് കുറച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത്ര മതി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായ ഡിസ്പ്ലേ, വളരെ ചിഹ്നങ്ങളൊക്കെ കുറവാണ്. താഴെയാണ് പിന്നെയും കുറച്ചുകൂടി വലിയൊരു ഒരു ചിഹ്നം വരുന്നത്. സൈഡിനകത്തൊക്കെ വളരെ നൈസാണ്. മുകളിലായാലൊക്കെ നല്ല ഒരു സ്മൂത്തായിട്ട് വളരെ നേർത്ത ഒരു ചിഹ്നമാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിലൊരു 5 ഹോളായിട്ട് കൊടുക്കുന്നുണ്ട്. ഡിസ്പ്ലേ ഫുൾ HD AMOLED ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്കിതിനകത്ത് കിട്ടും. നല്ല രീതിയിലുള്ള ടച്ച് സ്മൂത്തും കാര്യങ്ങളും വരുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റാണ് വരുന്നത്. എല്ലാം കൊണ്ടും നല്ല ഒരു ക്വാളിറ്റി നമുക്കിതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് അനാവശ്യമായ ഒരുപാട് ആപ്പുകളുണ്ട്. മൊത്തം 8-9 ആപ്പുകൾ വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ആവശ്യമില്ലെങ്കിൽ നമുക്ക് അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ അതും ഒരു നല്ല കാര്യമാണ്. പിന്നെ കളർ വോയിസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്കധികം ബഗ്ഗുകളൊന്നും ഇല്ലാത്തൊരു വോയിസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കി സെറ്റിങ്സിനകത്ത് കയറിയിട്ട് നമുക്ക് ബാക്കി ആളുകൾ നോക്കാം. ഇവിടെ മോഡൽ നെയിം, ഡിവൈസ് നെയിം Reno 7 5G എന്ന് കൊടുത്തിട്ടുണ്ട്. താഴെ ഇതിൻ്റെ സ്റ്റോറേജ്, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഈ ഫോണിൻ്റെ മെമ്മറി എന്ന് പറയുന്നത് 256 GB ആണ്. റാം 8 GB റാം ആയിക്കോട്ടെ, എത്ര GB റാം ആയാലും മെമ്മറിയാണ് ഇനിയുള്ള ഫോണുകൾക്ക് വേണ്ടത്. ഇപ്പോഴും പല ഫോണുകളും 128 GB ഒതുങ്ങി നിൽക്കുമ്പോൾ ഈ ഒരു ഫോൺ 256 GB കൊടുക്കുന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സംഭവം നമുക്കൊരു മെമ്മറി ഇട്ട് കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാലും ഇൻബിൽഡ് ഫോണിനകത്ത് തന്നെയുള്ള മെമ്മറി 256 വേണം. ഇനി ഭാവിയിലുള്ള ഫോണിനകത്ത് വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. റാം എക്സ്പാൻഷനൊക്കെ വരുന്നുണ്ട്. നമുക്ക് 5 GB റാം വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. എഫക്റ്റീവ് റാം 13 GB റാം നമുക്ക് എഫക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു ഫോൺ വരുന്നത് ആൻഡ്രോയിഡ് വേർഷൻ 11 വരുന്നത്. അത് 12 ആക്കാമായിരുന്നു. കാരണം ഓപ്പോയുടെ പ്രീമിയം ഫോൺ ആയതുകൊണ്ട് തന്നെ അവർക്കൊരു 12 അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. 11 അപ്ഡേറ്റ് മോശം എന്നല്ല പറയുന്നത്. കാരണം 11 ഒക്കെ ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒന്നര കൊല്ലമായി. ഇനി 12 അപ്ഡേറ്റ് എന്തായാലും കൊടുക്കണം, പ്രത്യേകിച്ച് ഇത്രയും പ്രീമിയം ഫോണാകത്തൊക്കെ. അപ്പോൾ സോഫ്റ്റ്വെയർ വൈസും നല്ലതാണ്. ഇതിൻ്റെ പ്രോസസർ എന്ന് പറയുന്നത് Dimensity 900 ആണ്. തൊട്ട് മുൻപത്തെ Reno 6 സെയിം ചിപ്സെറ്റ് തന്നെ വരുന്നത്. വലിയ തിരക്കില്ലാത്ത രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റും. ബാക്കി ഡേ ടു ഡേ ആക്ടിവിറ്റികൾക്കും എല്ലാതും നല്ല സ്മൂത്താണ്. നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ് 900 എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഫോണിൻ്റെ ക്യാമറ സാമ്പിൾസ് ആണ്. നമ്മൾ ഈ ഫോണിൻ്റെ ക്യാമറയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്യാമറയിൽ ഫോട്ടോ എടുത്ത് കാണിച്ചു തരുന്നത് മാത്രം. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ Reno സീരീസ് എന്ന് പറയുന്നത് തന്നെ ക്യാമറയ്ക്ക് വേണ്ടി ഇറക്കുന്ന മോഡലാണ്. വൈഡ് ആംഗിൾ ആയാലും അതുപോലെ സ്റ്റഡി ഫേസ് ആയാലും അതുപോലെ നമുക്ക് വീഡിയോ മോഡാക്കിയാൽ നമുക്ക് 60 FPS ഫുൾ HD റെക്കോർഡ് ചെയ്യാൻ പറ്റും. 4K റെക്കോർഡിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റെസൊല്യൂഷൻ 4K റെക്കോർഡിങ്ങും എനിക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. സൂമിങ്, ഒപ്റ്റിക്കൽ സൂം ആയാലും അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ മോഡ്. ഈ സ്റ്റെബിലൈസേഷൻ മോഡൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുണ്ട്. ഞാനതിൻ്റെ ജസ്റ്റ് വീഡിയോ കുറച്ചായിട്ട് എടുത്തു നോക്കി. നല്ലൊരു ക്വാളിറ്റിയുള്ള സ്റ്റെബിലൈസേഷൻ മോഡ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ പോർട്രേറ്റ് മോഡായാലും ഒക്കെ വീഡിയോഗ്രാഫിയിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു ഫോണിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ വേറെ ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ എക്സ്പേർട്ട് മോഡ്, അതുപോലെ എക്സ്ട്രാ HD മോഡ്, പ്രൊഫഷണൽ മോഡ്, മാക്രോ, സ്ലോ മോഷൻ മോഡ്, ടൈം ലാപ്സ് മോഡ്, ഡ്യുവൽ വീഡിയോ മോഡ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ക്യാമറ സെറ്റിങ്സിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറയെ കുറിച്ചുള്ള സെപ്പറേറ്റ് വീഡിയോ തീർച്ചയായിട്ടും നമ്മൾ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടി സെറ്റിങ്സ് ഒക്കെ ഞാൻ പരിചയപ്പെടുത്തി കാണിച്ചു തരാം. സെൽഫി ക്യാമറയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 32 മെഗാപിക്സലാണ് വരുന്നത്. ഞാനിപ്പോൾ ലൈവായിട്ട് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ ഞാൻ ലൈവായിട്ട് എടുത്ത ഫോട്ടോ ആണ്. നമ്മുടെ ഷോപ്പിനകത്ത് തന്നെ റൂമിനകത്ത് എടുക്കുന്ന ഫോട്ടോ ആണ്. അത്യാവശ്യം വലിയ ലൈറ്റ് ഒന്നും ഇല്ല, എന്നിട്ടും നല്ലൊരു ക്വാളിറ്റിയുള്ള സെൽഫി ക്യാമറ വരുന്നുണ്ട്. 32 MP ക്യാമറ ഉണ്ട്. നല്ല ലൈറ്റ് കണ്ടീഷനകത്ത്. ഇപ്പോൾ ലോ ലൈറ്റിനകത്തൊന്നും എനിക്ക് അത്ര വലിയ ഇമ്പ്രസ് ആയിട്ട് തോന്നിയില്ല. പക്ഷേ നല്ല ലൈറ്റുള്ള ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് ഇത്രയും സ്റ്റെബിലൈസേഷൻ മോഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ക്യാമറയെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ് തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യണം. അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് കുറച്ച് ക്യാമറയ്ക്കാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. നല്ല ഒരു പ്രീമിയം ഫോണാണ്. നിങ്ങൾക്ക് ലോങ് ലാസ്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു 4-5 വർഷത്തേക്കൊക്കെയാണ് ഫോൺ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഒരു ചോയ്സ് ആയിരിക്കും ഇതെന്ന് പറയുന്നത്. ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. നല്ല ബിൽറ്റ് ക്വാളിറ്റി ഉണ്ട്. നല്ല ഡിസ്പ്ലേ ആണ്. നല്ല ക്യാമറ ഉണ്ട്. അത്യാവശ്യം നല്ല ഒരു പ്രോസസ്സറും വരുന്നുണ്ട്. 6nm ചിപ്സെറ്റാണ് വരുന്നത്. മറ്റ് പല ഫോണുകൾക്ക് ഇറങ്ങിയിട്ട് അധികം കംപ്ലയിൻസുകളോ പരാതികളോ ഒന്നും പറയാത്തൊരു ചിപ്സെറ്റാണ് എന്ന് പറയുന്നത്. അപ്ഡേറ്റുകളും കാര്യങ്ങളും കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഫോണാണ്. ഏറ്റവും എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യം 256 GB ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഫോൺ ഡിസ്പ്ലേയും ഡിസൈനൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഫോണിനെ കുറിച്ച് മറ്റൊന്ന് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വിളിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
മറ്റൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ലോട്ട്.